ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവനും ഇവളുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി. കല്യാണം കഴിഞ്ഞിട്ടും അവൾ അത് നിർബാധം തുടരുന്നു. ഒന്നും അറിയാത്ത പാവം നമ്മുടെ സിദ്ധുവിനെ മറയാക്കി ഇവൾക്ക് ഇവളുടെ കാമുകനും എന്തു വേണമെങ്കിലും ആവാലോ. ഇതിപ്പോ വല്ലാത്ത ഗതികേടായി പോയില്ല ഗോപി. നിങ്ങളൊക്കെ വലിയ പണക്കാരുടെ കുടുംബത്തിലെ അംഗങ്ങളായതോടെ കഴിഞ്ഞതെല്ലാം മറന്നു. അല്ല ചേച്ചി, ഒന്നും പറയണ്ട. ഏതായാലും ഗോപിയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു സഹായം ചോദിച്ചപ്പോ ഇത്ര നയപരമായി നീ എന്നെ അവഗണിക്കുമെന്ന് ഞാനൊട്ട് കരുതിയതുമില്ല. പണം കണ്ട് കണ്ണു മഞ്ഞളിക്കുമ്പോ ഇങ്ങനെ ബന്ധവും മുറയും മര്യാദയൊക്കെ മറക്കുന്നത് അത്ര നല്ലതല്ല ഗോപിയെ, അതോർത്തോ. മഞ്ജേച്ചി, ഹലോ ഹലോ. ഇപ്പൊ വേദനിക്കുന്നുണ്ടോ കുട്ടന്? വേദനിക്കണു. അയ്യോ, എന്താ കുട്ടാ? എന്തു പറ്റി? എങ്ങനെയാ നെറ്റി മുറിഞ്ഞേ? ദേവികെ, എന്താ കുട്ടന് പറ്റിയേ? ഒന്നും പറയണ്ട. പാർക്കിൽ ചെന്നപ്പോ ഊഞ്ഞാലിലിരുന്ന് കളിച്ചതാ. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ നിലത്ത് വീണു. നല്ല മുറിവുണ്ടോ? ഏയ്, ചെറിയ മുറിവേ ഉള്ളൂ. നോക്കട്ടെ. ഇല്ലില്ല, ഞാൻ നോക്കുന്നില്ല. ചെറിയ മുറിവല്ലേ ഉള്ളു മോളെ. അമ്മ വിഷമിക്കണ്ട, ചെറിയ മുറിവേ ഉള്ളൂ. മരുന്ന് വെച്ച പെട്ടെന്ന് മാറും. ഓപ്പു, നീ പോയി ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. ശരി ചേച്ചി, ഞാനിത് എടുത്തിട്ട് വരാം. ഇതുകൊണ്ടാ പാർക്കിൽ പോണ്ടെന്ന് രാവിലെ മാലാഖ കുട്ടനോട് പറഞ്ഞ്. അപ്പൊ കുട്ടനത് കേട്ടോ? കേട്ടില്ല. പാർക്കിൽ പോണെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഇപ്പൊ എന്തായി? മുറിവ് പറ്റി വേദന എടുത്ത് കരയുന്നു. കുട്ട, മാലാഖ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാ കുട്ടനിത് പറ്റിയ. ഇനിയെങ്കിലും മാലാഖ പറയുന്നത് കുട്ടൻ അനുസരിക്കണം. മാലാഖ പറയുന്നത് വാശി പിടിക്കാതെ അനുസരിച്ചാ കുട്ടൻ ഒരു കുഴപ്പം വരില്ല. കേട്ടല്ലോ? മാലാഖ പറയുന്നത് കുട്ടൻ അനുസരിക്കോ? ഞാൻ മാലാക പറഞ്ഞ എല്ലാം അനുസരിച്ചോളാം. ശരി, ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവരുത്. കുട്ടന് ഞാൻ മരുന്ന് വെച്ചേരട്ടെ? മരുന്ന് വെച്ചാ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അല്ല, ദേവിക എപ്പോഴും കുട്ടന്റെ കൺമുന്നിന്ന് മാറാത്തതാണല്ലോ. ഇന്നിപ്പോ എന്തു പറ്റി? അത് പിന്നെ ആ സമയത്ത് ഓഫീസിൽ നിന്നും ഒരു അർജന്റ് കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ശ്രദ്ധ കോളിലായിപ്പോയി. അതിനിടയ്ക്കാ കുട്ടൻ വീണത്. സോറി അമ്മേ. സാരമില്ല മോൾ, അവന് മരുന്ന് വെച്ചു കൊടുക്ക. ഒന്നുമില്ല. നോക്കട്ടെ. കഴിഞ്ഞു. എനിക്കണു. എങ്ങനെയുണ്ട് ജാനകി ചേച്ചിയുടെ മൂത്ത മരുമകളുടെ ലീലാവിലാസങ്ങള്? ചുമ്മാതല്ല, ഓഫീസിലേക്ക് പോവാതെ പാർക്കിലേക്ക് പോണോന്ന് പറഞ്ഞ് ഇവൾ സിദ്ധുവിന് ഇളക്കുന്നത്. അമ്മയ്ക്കിപ്പോ സംഗതിയുടെ ഗുഡൻസ് മനസ്സിലായോ? അമ്മയെ അവള് മഹാതന്ത്രശാലിയല്ലേ?
സിദ്ധുവിനെ കരുവാക്കി അവക്ക് അവളുടെ കാമുകനുമായി കൂത്താടണം. നിനക്ക് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അ, അതൊക്കെ കിട്ടി. ഇവളെന്തൊക്കെ കാണിച്ചാലും അതൊക്കെ ഞാൻ അറിയുമേ. അതിനുള്ള നെറ്റ്വർക്കൊക്കെ എനിക്കുണ്ട്. ഏതായാലും ഫോട്ടോ കള്ളം പറയില്ലല്ലോ. ഇത് ഫോട്ടോഷോപ്പോ മോർഫിങ്ങോ ഒന്നും അല്ല. ഒറിജിനൽ. അമ്മേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, പണം തട്ടിയെടുക്കുകയാണ് ദേവികയും അവളുടെ അമ്മയുടെ ലക്ഷ്യമെന്ന്. സിദ്ധുവിനോട് ദേവികയ്ക്ക് ഒരു കണിക പോലും സ്നേഹമില്ല. അവൾ അവനോട് കാണിക്കുന്ന സ്നേഹവും ശുശ്രൂഷയൊക്കെ വെറും അടവാ. നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള അഭിനയം. അവൾക്കിഷ്ടം ഈ ഫോട്ടോയിൽ കാണുന്ന ഭദ്രനെയാണ്. ഇവനും ഇവളുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി. കല്യാണം കഴിഞ്ഞിട്ടും അവൾ അത് നിർബാധം തുടരുന്നു. ഒന്നും അറിയാത്ത പാവം നമ്മുടെ സിദ്ധുവിനെ മറയാക്കി ഇവൾക്ക് ഇവളുടെ കാമുകനും എന്തു വേണമെങ്കിലും ആവാലോ. ഈ ഭദ്രന്റെ ചേച്ചിയോട് വല്ലാത്ത ഇഷ്ടവും ഭ്രാന്തും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, മേഘമലയിലെ സകലർക്കും അറിയാം. ചേച്ചിയെ കെട്ടിയിട്ടേ അടങ്ങൂന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുമായിരുന്നു ഭദ്രൻ. അന്നൊക്കെ ഞങ്ങൾ കരുതിയത് അവന് മാത്രമാണ് ചേച്ചിയോട് പ്രേമം ഉണ്ടായിരുന്നതെന്നാ. പക്ഷെ ഈ ഫോട്ടോ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ചേച്ചിക്ക് അവനോട് കടുത്ത പ്രേമാണെന്ന്. ചേച്ചി ഇത്രയ്ക്ക് തരം താഴ്ന്നൊരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ നാണക്കേട് തോന്നും എനിക്ക്. ഭദ്രനും ചേച്ചിയും തമ്മില് ഈ തരത്തിലൊരു അതിരുവിട്ട ബന്ധമാണുള്ളതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഏത് വിധേനയായിരുന്നാലും സിദ്ധുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള കല്യാണം ഞാൻ മുടക്കിയേനെ. ഇവരുടെ ഈ ബന്ധത്തെക്കുറിച്ച് ആ ഗോപികയ്ക്ക് എന്തായാലും അറിയാതിരിക്കില്ല. ദേവികേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അവൾക്കും അറിയാം. എന്നിട്ടും അവള് പോലും മനസാക്ഷി കാണിച്ചില്ലല്ലോ, ഈ കല്യാണം മുടക്കിയില്ലല്ലോ. കല്യാണം മുടക്കിയാൽ ഈ കുടുംബത്തിൽ നിന്നും അവൾ കണ്ണുവച്ചിരിക്കുന്ന പണം അവക്ക് കിട്ടില്ലല്ലോ. ഇവിടെ നല്ലാതെ ഇത്രയധികം പണം വേറെ എവിടെ നിന്ന് കിട്ടുമേ? മായ പറഞ്ഞതാ ശരി. ഇതെല്ലാം പണത്തിനു വേണ്ടി നടത്തുന്ന തട്ടിപ്പ് നാടകമാ. ഈ നാടകത്തിന് തിരശ്ശീല ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മഹിയേട്ടനും ജാനകിയേട്ടത്തെയും വിചാരിക്കണം. അവരൊക്കെ എങ്ങനെ വിചാരിക്കും? അവരുടെ കണ്ണുകള് ദേവിക മൂടിക്കെട്ടിയിരിക്കല്ലേ അല്ലേ? നമുക്കിതെല്ലാം പരസ്പരം പറഞ്ഞിരിക്കാന്നേ ഉള്ളൂ. ദേവികയ്ക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള പണവും സ്വത്തും മുഴുവനും സ്വന്താക്കും. എന്നിട്ട് നമ്മളെല്ലാവരെയും ഇവിടുന്ന് അവൾ അടിച്ചിറക്കും. ഇല്ലെങ്കി അമ്മ കണ്ടോ.